ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്നേക്ക് പ്ലാന്റ്സിനെ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടത്, അതുപോലെ അതിൻ്റെ കെയറും കാര്യങ്ങളും പ്രൊപ്പഗേഷനും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന വെറൈറ്റി തന്നെ ഇത് ഫേമസ് ആയിരിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയറിൻ്റെ, അതായത് ടോക്സിക് എയർ പൊള്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിനുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിലൊക്കെ കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ബെൻസീൻ, ഫോർമാൽഡിഹൈഡ്, അതുപോലെയുള്ള പൊല്യൂഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സാധാരണ എല്ലായിടത്തും കാണാറുള്ളതാണ്. ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാനുള്ളൊരു, അതായത് അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ്, എസ്പെഷ്യലി ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കെമിക്കൽസിനെ വരെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിനുണ്ട്. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള ചെടികൾ നമുക്ക് ഇൻഡോറിലും വെക്കാൻ പറ്റും, അതേപോലെ ഔട്ട്ഡോറിലും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. എല്ലാവരും ഈ ചെടി പറ്റുന്നത് നട്ടു വളർത്തുക. വളരെ അതായത് ഒരു എയർ പൊള്യൂട്ടൻസിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നമ്മുടെ എയർ ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവ്, അറ്റ്മോസ്ഫിയറിലെ വായു ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവുണ്ട് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിന്. ഇത് നമുക്ക് റൂമിലും അതുപോലെ തന്നെ വിസിറ്റിംഗ് റൂമിലും എല്ലായിടത്തും തന്നെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ്. ഇത് കണ്ടോ, ഇത് ചെടി ഞാൻ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇതിന് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. 2-3 ദിവസം കൂടി ഇരിക്കുമ്പോൾ ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം. അതുപോലെ ഒരുപാട് ന്യൂട്രിയൻസും വേണ്ട ഈ ചെടിക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ട്. നമ്മൾ റോസിനും മറ്റ് ചെടികൾക്കും വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പോലെ ഒട്ടും, അതായത് 2-3 മാസം കൂടി ഇരിക്കുമ്പോൾ കുറച്ച് എല്ലുപൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം, അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഇട്ടാൽ മാത്രം മതി. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വളമൊന്നും കൊടുക്കണം. അതുപോലെ ഒട്ടും കെയർ ചെയ്യേണ്ടാത്ത ഒരു ചെടി തന്നെയാണിത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൈ നമുക്കിതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് പിഴുതെടുത്ത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത്, അതായത് ഈ വരുന്ന ഈ തണ്ടുണ്ടല്ലോ, ഇത് കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ചാൽ ഇതിന് പെട്ടെന്ന് വേര് വരുമെന്നാണ് പറയപ്പെടുന്നത്. ചെടി ഞാൻ ഇൻഡോറിൽ വെക്കാനുള്ള ഒരു പോട്ടിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഈ ചട്ടിയോടുകൂടി ഈ പോട്ടിൻ്റെ അകത്ത് ഇറക്കി വെക്കാം. അത് അങ്ങനെ ആ ഒരു ടൈപ്പ് പോട്ടാണ്. ഇതേപോലെ വെക്കാം. അതായത് നമ്മൾ വെള്ളം ഒഴിക്കാൻ നേരം ഡ്രെയിനായിട്ട് ഈ വൈറ്റ് പോട്ടിലേക്കാണ് എക്സസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന വാട്ടർ നമുക്ക് വീണ്ടും ഈ ചെടിയിലേക്ക് തന്നെ ഒഴിച്ച് കൊണ്ടിരിക്കാം. അന്നേരം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യവും വരുന്നില്ല. നമ്മൾ ഒഴിക്കുന്ന വളമാണെങ്കിലും വേസ്റ്റായി പോകത്തുമില്ല. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചട്ടിയിൽ നിന്ന് ഫുള്ള് മാറ്റി ഇതിലേക്ക് തന്നെ അങ്ങ് റീപോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഹോൾസ് ഇല്ല. ഞാനതിൽ ഹോൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഹോൾസ് ഇല്ലാത്ത ചട്ടിയിൽ നമുക്ക് ഈ സ്നേക്ക് പ്ലാന്റ് നടാൻ പറ്റും. കാരണം ഒരുപാട് വെള്ളം നമ്മൾ കൊണ്ട് ഒഴിക്കരുത്, കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യൂ. സ്നേക്ക് പ്ലാന്റിന് ഒരുപാട് വെള്ളം വേണ്ടാത്ത ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലാണ് നടാൻ പോകുന്നത്. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റിന് മെയിനായിട്ട് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് വരും, ഇൻസെക്റ്റിൻ്റെയൊക്കെ ആക്രമണം വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ വേര് ചെയ്യാനുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ അത് എസ്പെഷ്യലി ഇതേപോലെ ഡ്രെയിനേജ് നല്ലപോലെ ഇല്ലാത്ത ചട്ടികളിൽ വെള്ളം നമ്മളത് കെയർഫുള്ളായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ചട്ടിയിലേക്ക് ഞാൻ കുറേ വെള്ളം ഒഴിച്ച് അതിൻ്റെ വേര് നമ്മൾ ഇതേപോലെ ഞാനിങ്ങനെ പൊക്കിയെടുത്തു. കണ്ടോ, ഫുൾ റൂട്ട് വന്ന്, ഇനി ഇതിൻ്റെ അകത്ത് സ്പ്രെഡാകാൻ ഒട്ടും സ്ഥലമില്ല. അതേപോലെ റൂട്ട് വന്ന് ഇരിക്കുന്ന ഒരു ചട്ടിയായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഞാൻ പുതിയ ചട്ടിയിലേക്ക് വെക്കുകയാണ്. പുതിയ ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ പഴയതിലും കുറച്ചുകൂടെ ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ച് കുറച്ചുകൂടെ വലിപ്പമുള്ള ചട്ടിയിലേക്ക് വേണം നമ്മൾ മാറ്റി നടാനായിട്ട്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിന് ചുറ്റും നമുക്ക് മണ്ണ് കൊണ്ട് നിറച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിന് ഒരുപാട് ന്യൂട്രിയൻസ് ഒന്നും വേണ്ട നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ. എങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മണ്ണ് വേണം, അതുപോലെ മണൽ, പിന്നെ കുറച്ച് കമ്പോസ്റ്റ്, ഇത് കൂടെ ചേർന്ന ഒരു മിക്സ് വേണം നമ്മൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ലപോലെ ഇത് വളർന്നു വരാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് എല്ലുപൊടി അല്ലെങ്കിൽ ബോൺ മീൽ എന്ന് പറയുന്നത്. അത് ഒരു പിടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ ഈ റീപോർട്ട് ചെയ്യുന്ന മണ്ണിൻ്റെ മിക്സിലേക്ക്. അപ്പോൾ ഇത് 3ഉം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടി നല്ലപോലെ ഫേമായിട്ട് ആ ചട്ടിയിലേക്ക് നിർത്തുക. ഇതിൽ ഇനി സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ എല്ലാം പുതിയ പുതിയ തൈകൾ ആ വേരിൽ നിന്ന് പൊട്ടി കിളിച്ച് ഈ ചട്ടി നിറച്ച് സ്പ്രെഡായിട്ട് വളരും. അതാണ് ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് തന്നെ അത് വളർന്ന് നല്ലതുപോലെ ഇങ്ങനെ വരും.
പിന്നെ ഈ ചെടി നമ്മൾ വെക്കുമ്പോൾ ഒരുപാട് സൂര്യപ്രകാശമുള്ള ഒരു ഏരിയയിൽ കൊണ്ട് വെക്കേണ്ട. അതായത് ഈ ചെടിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത്. ഇൻഡോറിലെ എയർ എല്ലാം, അതായത് അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂഷൻസ് എല്ലാം മാറ്റും. ഒരുപാട് സൺലൈറ്റിൽ വെച്ചാൽ ഇതുപോലെയല്ല കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൺലൈറ്റ് വേണ്ട. ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിന് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ, റൂമുകളിലൊക്കെ ഉള്ള ഡാർക്ക് കോർണേഴ്സ്, അതായത് ഒട്ടും വെട്ടമില്ലാത്ത ഏരിയകളിലൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെയും ഈ ചെടി നല്ലതുപോലെ വളർന്നു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ വിൻഡോ സൈഡിൽ നല്ല ബ്രൈറ്റ് വെട്ടമൊക്കെ വരുന്ന സ്ഥലങ്ങളിലും ഈ ചെടി നമുക്ക് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരുപാട് വെട്ടം വേണ്ടാത്ത ഒരു ചെടിയാണ്. കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് ഷെയ്ഡിൽ വെക്കുക പറ്റിയ ചെടി, അത് ഈ ഒരു ചെടിയാണ്. ഓക്കെ, നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഇതേപോലെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല നല്ല ഷൈനി ആയിട്ട് നല്ല ബ്രൈറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇലയൊക്കെ നമ്മളൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് ഇതേപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നല്ലതാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്ലാന്റിൻ്റെ ഡൾനെസ് അങ്ങ് മാറും. അങ്ങനെ നല്ല ഒരു ഷൈനി ആയിട്ട് വളർന്നു വരാൻ നമ്മളിങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് സഹായിക്കും. അതുപോലെ തന്നെ ഈ ചെടിയുടെ ഓവർ വാട്ടറിങ് ഒട്ടും പാടില്ല. ചെടിക്ക് ഒട്ടും ഇഷ്ടമല്ല ഓവർ വാട്ടറിങ് ചെയ്യുകയാണെങ്കിൽ ഇല മഞ്ഞളിച്ച് ഇല കരിഞ്ഞ് ഒരു വാടി അങ്ങ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി നടുമ്പോൾ നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള പോട്ട് വേണം ഇതിന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് പോട്ടിൽ നമ്മുടെ ഡ്രെയിനേജ് ഇല്ല എങ്കിൽ വെള്ളം ചെറുതായിട്ട് തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക മാത്രമേ ചെയ്യാവൂ. ഒരുപാട് ഓവർ വാട്ടറിങ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകുക, റൂട്ട് റോട്ട് ഉണ്ടാവുകയും പെട്ടെന്ന് ചെടി നശിച്ചു പോകാനുള്ളൊരു ചാൻസ്. ഇത് കണ്ടോ, എൻ്റെ സ്നേക്ക് പ്ലാന്റാണിത്. നല്ല ഹൈറ്റിൽ നല്ലതുപോലെ വളർന്നു വരുന്നൊരു ചെടിയാണിത്. ഒരുപാട് മെയിൻ്റനൻസോ കെയറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. മീൻസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ ഫ്രണ്ട്സ്. ബൈ.